നമസ്കാരം, വെൽക്കം ടു ക്രിക്കറ്റ് 360. ക്രിക്കറ്റ് 360യിൽ ഇന്ന് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേയുടെ റിവ്യൂ, അതുപോലെ തന്നെ IPLൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ മിസ്സായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ CSKയിലേക്ക് ഏകദേശം കൺഫേം ആയ വിവരം, അതുപോലെ തന്നെ മുംബൈ ലാസ്റ്റ് മിനിറ്റിൽ രണ്ട് സ്റ്റീൽ ട്രേഡ് നടത്തിയിട്ടുണ്ട്. LSGയിലേക്ക് മുഹമ്മദ് ഷമി പോകാൻ പോകുന്നതെന്ന് ഉള്ള ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല. എൻ്റെ വീട്ടിലൊരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചിരുന്നാൽ എൻ്റെ ഒരു ബ്രദറിലോ മരണപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് മിസ്സായിട്ടുണ്ട്. അറിയാം, IPLൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ സീരീസിനെ പറ്റിയിട്ടോ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നടന്ന മറ്റു മാച്ചുകളെ പറ്റിയിട്ടോ ഒന്നും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് ഞാൻ നിങ്ങളോട് സോറി പറയാണ്. പക്ഷേ ഇനി മുതൽ നാളെ മുതൽ നമ്മൾ ക്രിക്കറ്റ് 360യും അതുപോലെ തന്നെ ഡെയിലിയുള്ള ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റിൻ്റെയും മറ്റ് മാച്ചസിൻ്റെയൊക്കെ റിവ്യൂസ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല രീതിയിൽ കയറി വരും, നല്ലൊരു സ്കോർ, ഒരു 250+ അല്ലെങ്കിൽ ഒരു 300 എങ്കിലും സ്കോർ ചെയ്യാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പറ്റും എന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ സൗത്ത് ആഫ്രിക്ക 159 റൺസ് അടിക്കാനേ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ന് സാധിച്ചുള്ളൂ. ജസ്പ്രീത് ബുംറയുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ബോളിംഗാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇംഗ്ലണ്ടിൽ സിറാജ് നന്നായിട്ട് ബോൾ ചെയ്തപ്പോൾ ജസ്പ്രീത് ബുംറ ഒന്ന് മങ്ങിയപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ബുംറ എവിടെ പോയി, ബുംറ ഡിക്ലൈൻ ചെയ്യാണ്, ബുംറ അല്ല, സിറാജ് ഏറ്റവും മികച്ച ബോളറാണ് ബുംറയെക്കാട്ടിൽ നിന്നൊക്കെ വരെ അഭിപ്രായങ്ങൾ വന്നിരുന്നു. പക്ഷേ ബുംറ എന്താണെന്ന് ഇന്ന് വീണ്ടും ബുംറ കാണിച്ചു തന്നിട്ടുണ്ട്. സിറാജ് ഒരു മോശം ബോളറാണെന്നല്ല, സിറാജ് സെക്കൻഡറി തന്നെയാണ്, ഇന്ത്യയുടെ മെയിൻ ബോളർ ബുംറ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇന്ന് ബുംറ തീർച്ചയായിട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. സിറാജും ഇന്ന് വളരെ നന്നായിട്ട് ബോൾ ചെയ്തു. ഫസ്റ്റ് സ്പെല്ല് വളരെ മോശം ബോളിംഗ് എന്ന്, പക്ഷേ സെക്കൻഡ് സ്പെല്ലും തേർഡ് സ്പെല്ലും വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്തു. കുൽദീപ് യാദവ് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ. ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 3 ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ടീം സെലക്ഷനിൽ 3 ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പിന്നേഴ്സ് ഒരുപാടുണ്ട്, 2 പേസ് ബോളേഴ്സ് ഉള്ളൂ. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 3 ബാറ്റ് ചെയ്യാൻ വന്നത് ഒരുപാട് വിവാദങ്ങൾക്ക് തിരികെ കൊളുത്താൻ സാധ്യതയുള്ളതാണ്. കാരണം നമ്മൾ ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ട് കരുൺ നായറിനെ പരീക്ഷിച്ചിരുന്നു, അതിനുശേഷം നമ്മൾ സായ് സുദർശനെ പരീക്ഷിച്ചിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള ടെസ്റ്റിലായാലും ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റിലായാലും വാഷിംഗ്ടൺ സുന്ദറിൻ്റെ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിലെ സീരീസിൽ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്പർ 3 തീർച്ചയായിട്ടും എന്തിന് കരുൺ നായറിനെ മറ്റു പലരെയും പരീക്ഷിക്കുന്നു, ഈ വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെ പരീക്ഷിച്ചു കൊടുക്കുന്നത്. പക്ഷേ സായ് സുദർശനെ പരീക്ഷിച്ചതിന് ശേഷം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നടത്തിയതിന് ശേഷം പെട്ടെന്ന് ക്വിക്കായിട്ടുള്ളൊരു ഈ ഒരു ചേഞ്ച് അതെങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ അല്ലെങ്കിൽ മറ്റു പ്ലേയേഴ്സുണ്ട്, പ്രത്യേകിച്ച് സായ് സുദർശൻ്റെ ഒരു കാര്യത്തിൽ എങ്ങനെ അവരെടുക്കും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ബാധിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. ശരിക്കും വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 3 കളിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ നമ്മൾ സായ് സുദർശനെ അങ്ങോട്ട് ട്രൈ ചെയ്ത് അധിക അവസരങ്ങൾ കൊടുക്കാതെ പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ T20-യിലായാലും ODIയിലായാലും ഇപ്പോൾ ടെസ്റ്റിലായാലും ഇന്ത്യൻ ടീമിൽ നമ്മൾ റീസെൻറ്റ് ടൈംസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്ലെയറിനെ പെട്ടെന്ന് ഒരു പൊസിഷനിലേക്ക് കളിപ്പിക്കും, പെട്ടെന്ന് വേറൊരു പ്ലെയറിനെ കൊണ്ട് കളിപ്പിക്കും, അതേ പ്ലെയറിനെ താഴേക്ക് ഇറക്കി കളിപ്പിക്കും, ചിലപ്പോൾ മുകളിലേക്ക് ഇറക്കി കളിപ്പിക്കും. അങ്ങനെ ക്വിക്കായിട്ടുള്ള ചേഞ്ചസ്, ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ആര് എവിടെ വർക്കൗട്ടാവും, പുതിയ കാര്യങ്ങൾ, ഏത് പ്ലേയേഴ്സിന് ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള പരീക്ഷണങ്ങൾ മിസ്റ്റർ കോച്ച് ഗംഭീർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഇന്ത്യൻ ടീം ഇപ്പോൾ സെറ്റാണ്, ഏത് ഫോർമാറ്റ് എടുത്താലും ഇന്ത്യൻ പ്ലേയേഴ്സ് സെറ്റാണ്, റിസോഴ്സ് നമുക്ക് അത്രത്തോളം ഉണ്ട്. റിസോഴ്സിൻ്റെ അധികം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഏതൊരു പ്ലെയർ ടീമിലേക്ക് വരുമ്പോൾ വിവാദം ഉണ്ടാകുന്നത്, മറ്റു പ്ലേയേഴ്സിന് അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഈ റിസോഴ്സിനെ ഇങ്ങനെ ക്വിക്കായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എത്രത്തോളം ടീമിൻ്റെ സ്റ്റെബിലിറ്റി ബാധിക്കും അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ മെൻ്റലായിട്ടുള്ള ഒരു ഇതിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കുറച്ചും കൂടെയൊക്കെ ടൈം ഒരു പ്ലെയറിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ എടുത്ത് ഒരു പ്ലെയറിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവസരം ആ ഒരേ പൊസിഷനിൽ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സായ് സുദർശൻ അവിടെ കളിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ അവസരം നൽകേണ്ടിയിരുന്നു. ഇനി വാഷിംഗ്ടൺ സുന്ദർ ആണെന്നുണ്ടെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിനെ ഇവിടെ ഇപ്പോൾ നമ്പർ 3 കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റൺ അറ്റ്ലീസ്റ്റ് ഒരു 10 മാച്ച് എങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ട് സ്റ്റക്കോ അല്ലെങ്കിൽ ബിഗ് മാച്ചസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. T20-യിൽ നമ്മളിപ്പോൾ T20 വേൾഡ് കപ്പ് വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബയലാറ്ററൽ സീരീസ് വിൻ ചെയ്തു, മാച്ചസൊക്കെ വിൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്ങിൽ നമ്മൾ ആകെ നേടിയത് ചാമ്പ്യൻസ് ട്രോഫിയും പിന്നീട് ഏഷ്യ കപ്പാണ്. ഏഷ്യ കപ്പിൽ നമ്മൾ കൂട്ടുക വേണ്ട,
വേണ്ട, കാരണം നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ ഓൾറെഡി സെറ്റായിട്ടുള്ള ഒരു ടീം, വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മ ആസ് എ ക്യാപ്റ്റൻ അത്രയും സെറ്റായിരുന്നു. കഴിഞ്ഞ 2021 വേൾഡ് കപ്പ് മുതൽ ഇന്ത്യ കളിച്ചു വന്ന ആ എൻഡ് ഓഫ് ക്രിക്കറ്റ് അത് കണ്ടിന്യൂ ചെയ്യുക മാത്രമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഒരു റീബിൽഡിൻ്റെ ഫേസിലാണ് ഇന്ത്യ ഉള്ളത്. ഏഷ്യ കപ്പ് വിൻ ചെയ്തെന്നുള്ള ശരി തന്നെ, പക്ഷേ T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചലഞ്ചിങ് തന്നെയായിരിക്കും. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ് അടക്കമുള്ള മറ്റ് ടീമുകളെല്ലാം സ്ട്രോങ് ആയിട്ട് വരുന്നത് ഇപ്പോൾ കാണുന്ന പോലെയല്ല, ബയലാട്ടർ സീരീസിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. T20 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം, കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് ടീം T20 വേൾഡ് കപ്പിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ റീസെൻറ്റ് ടൈംസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ആണ്. എന്തായാലും നമുക്ക് ഈ മാച്ചിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഈ സെനൂരൽ മുത്തസ്വാമി എന്തുകൊണ്ട് ടീമിൽ കളിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ICCയുടെ പ്ലെയർ ഓഫ് ദ മന്ത് ആയിരുന്നു മുത്തസ്വാമി. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള സീരീസിൽ ടെസ്റ്റിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച, ബാറ്റിങ്ങിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു. എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇന്ത്യയിൽ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. കേശവ് മഹാരാജ് ലെഫ്റ്റ് ഹാൻഡർ, അതുപോലെ തന്നെ മുത്തുസ്വാമി ലെഫ്റ്റ് ഹാൻഡർ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എങ്കിലും തീർച്ചയായിട്ടും കളിപ്പിക്കേണ്ടിയിരുന്ന ഒരു പ്ലെയർ തന്നെ ആയിരുന്നു. എന്തായാലും ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് 37-1 എന്നുള്ളൊരു സ്ഥിതിയിലാണ്. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കൻ സ്പിന്നേഴ്സിന് നല്ല, പ്രത്യേകിച്ചും കേശവ് മഹാരാജിനെ ഇന്ത്യയെ ട്രബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 20 ഓവറിലാണ് 37-1 എന്നുള്ളൊരു രീതിയിൽ ഇന്ത്യ നിൽക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം, അതായത് നാളെ, സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യ ഒരു 50 റൺസിനോ അല്ലെങ്കിൽ 100 റൺസിന് മുകളിൽ ലീഡ് പോകാതെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ മാച്ചുകൾ എന്തെങ്കിലും രീതിയിൽ കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. 100 റൺസിന് മുകളിലൊക്കെ ലീഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്. ഇന്ത്യ അതിനുള്ളിൽ പിടിച്ചു നിർത്താനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാനൊരു സൗത്ത് ആഫ്രിക്ക ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ഈ ഒരു രണ്ട് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റെങ്കിലും ജയിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് സമനിലെങ്കിലും ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. എന്തായാലും നാളെ ഉള്ള റിസോഴ്സ് വെച്ച് അവരെ എങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു, ഇന്ത്യക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രഷർ ബിൽഡ് ചെയ്യാനോ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി IPL വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ കമ്മിങ് ടു CSK ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. CSKയിൽ ഒരു പ്രശ്നമുള്ളത് ജഡേജ അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. CSK ഫാൻസിനെ സംബന്ധിച്ച് ഒരു സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായമാണ്. ജഡ്ഡുവിനെ ഒരിക്കലും വിടാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ പേരും. എങ്കിലും സഞ്ജുവിനെ കിട്ടിയതിൽ അവർ ഹാപ്പിയാണ്. ജഡ്ഡുവിനെ വിടാതെ സഞ്ജുവിനെ കിട്ടുമായിരുന്നോ എന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം സഞ്ജു ആസ് എ പ്ലെയർ അല്ലെങ്കിൽ ആസ് എ വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ പ്ലസ് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഒരു ടീമിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ചെന്നൈയെ സംബന്ധിച്ച് ധോണി ഇപ്പോൾ ഈ വർഷം കൂടെ കളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ, ഈ ധോണി ഇറങ്ങുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരും, വലിയൊരു വോയിഡ് അവിടെ വരും. ആ വോയിഡ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണ് സഞ്ജു സാംസൺ. ആസ് എ ബ്രാൻഡ് ഓൾസോ, ആസ് എ പ്ലെയറോ ബാറ്റ്സ്മാനോ എന്നുള്ളതിനെല്ലാം ഉപരി ഫാൻ ബേസ്, ആസ് എ ബ്രാൻഡ് സഞ്ജുവിന് ചെന്നൈയിൽ ഒരു ഫാൻ ബേസിനെ പിടിച്ചു നിർത്താനുള്ളൊരു ശക്തി ആ ഒരു ബ്രാൻഡിനുണ്ട് സഞ്ജു സാംസൺ എന്നുള്ള രീതിയിൽ. ജഡ്ഡു തീർച്ചയായിട്ടും ഒരു മിസ് തന്നെയാണ്. ഒരു ഓൾറൗണ്ടർ, ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറിനെ വേറെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ജഡേജയെ കൊടുക്കേണ്ടി വന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു ട്രേഡ് തന്നെയാണ്. കാരണം എന്താണ്, ഒരു മിഡിൽ ഓർഡറിൽ ഒരു ബാറ്റ്സ്മാൻ ആസ് എ ഫിനിഷർ. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ മിസ് ചെയ്ത ഒരു നല്ല ഫിനിഷർ ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു ഫിനിഷറിനെ കിട്ടുന്നു. 2 സ്പിന്നേഴ്സ് കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിൻ്റെ വലിയ അഭിപ്രായം ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പിന്നറിനെ കിട്ടുന്നു. പോരാത്തതിന് ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ജഡേജ വരുന്നു. മിക്കവാറും ക്യാപ്റ്റൻ ആവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ലീഡർഷിപ്പ് റോളിലേക്ക് ഒരാളും കൂടെ വരുന്നത് RRനെ സംബന്ധിച്ച് വളരെ മികച്ചൊരു കാര്യമാണ്. സോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 2 ടീമിനും വിൻ വിൻ തന്നെയാണ് ഈ ഒരു ട്രേഡ്. കുറച്ച് സെൻറ്റിമെൻറ്റ്സ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയെ സംബന്ധിച്ച് നല്ല ഒരു ട്രേഡ് തന്നെയാണ്. ജഡേജ തീർച്ചയായിട്ടും അവരുടെ ഒരു മെയിൻ പ്ലെയർ തന്നെയാണ്. പക്ഷേ ഒരു 2-3 വർഷത്തിന് മുകളിലൊന്നും ജഡേജയ്ക്ക് ഇപ്പോൾ തന്നെ പ്രായം 36-37. സോ അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനിയൊരു 8 വർഷമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, ലോഞ്ചിവിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും 2 ടീമിനും വിൻ വിൻ തന്നെയാണ്. അവിടെ RRന്റെ കേസ് പറയുമ്പോൾ ജഡേജ അവിടേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻസി ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാപ്റ്റൻസി ജഡേജയുടെ കയ്യിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പരാഗിന് ക്യാപ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ഓൾറെഡി നമുക്കറിയാം ജയ്സ്വാളിനെ ക്യാപ്റ്റൻ ആക്കാത്തതിൽ ഒരുപാട് പേർക്ക് പരിഭവമുണ്ട്. ജയ്സ്വാളിനും അങ്ങനെ ഒരു ചെറിയ താല്പര്യം ഉണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഡേജ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്ക് അടുത്ത 2 വർഷത്തേക്കെങ്കിലും മിനിമം ക്യാപ്റ്റൻസി നോക്കണ്ട. അപ്പോൾ ജയ്സ്വാലും ഒരു 2 വർഷത്തിനുള്ളിൽ ചാടാനായിട്ടുള്ള സാധ്യത ഉണ്ടോ നമ്മൾ തീർച്ചയായിട്ടും മുൻകൂട്ടി കാണും. കാരണം ജയ്സ്വാൽ ഇപ്പോൾ ചാടാൻ സാധ്യതയില്ല. അതിനുള്ള തക്കതായിട്ടുള്ള ഒരു വളർച്ച ജയ്സ്വാലിന് ഇപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ജയ്സ്വാൽ ഒരു ബിഗ് തിങ്ങായിട്ട് മാറും ഇന്ത്യൻ ക്രിക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ ഒരു അടുത്ത മെഗാ ഓപ്ഷന് ശേഷം ജയ്സ്വാലിൻ്റെ ക്യാപ്റ്റൻസി വരുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ജയ്സ്വാൽ RRന് നഷ്ടപ്പെടുകയോ ചെയ്യും. അതുപോലെ തന്നെയാണ് വളർന്നു വരുന്ന ഓരോ യങ്സ്റ്റേഴ്സും. ഇപ്പോൾ അവിടെ തന്നെ ധ്രുവ് ജുറേലുണ്ട്. ഇന്ത്യയുടെ ഒരു കോർ ടീമിൻ്റെ ഭാഗമായിട്ടാണ് ധ്രുവ് ജുറേലുള്ളത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ധ്രുവ് ജുറേലും തീർച്ചയായിട്ടും വളരും. റിയാൻ പരാഗും വളരും. സോ അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഒരു RRന് പുറത്തൊന്നും വലിയ ഹോപ്പില്ല. ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്നുള്ള രീതിയിലൊന്നും ഒരു ഹോപ്പില്ല.
സോ അതുകൊണ്ട് തന്നെ ആറും അവിടെ ഒരു ട്രിക്കിയാണ്. ഈ വളർത്തിയെടുക്കുന്ന പ്ലേയേഴ്സ് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഈ ഒരു അടുത്ത മെഗാ ഓപ്ഷനിലേക്ക് അവർക്ക് വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇതല്ലാതെ മറ്റൊരു ട്രേഡ് മുഹമ്മദ് ഷമി LSGയിലേക്ക് പോകുന്നതാണ്. അതൊരു മുഹമ്മദ് ഷമി LSGയിലേക്ക് പോയി കഴിഞ്ഞാൽ LSGയെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പേസ് ബോളേഴ്സിനെ കഴിഞ്ഞ വർഷം അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താണ്. പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട്, ഏകദേശം 10 കോടിക്ക് അടുത്തൊരു എമൗണ്ടിൽ മുഹമ്മദ് ഷമി LSGയിലേക്ക് പോകുമ്പോൾ അത്രയും വർത്താവോ? റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ SRH റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓപ്ഷനിൽ എടുത്താൽ മതിയായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഓപ്ഷനിൽ അതിന് മേളിലും പോകാനായിട്ടും ചാൻസ് ഉണ്ട്. എന്തായാലും അത് അവർക്ക് മുതലാവോ എന്നുള്ളത് കണ്ടു അറിയണം. പക്ഷേ അവരുടെ ടീമിനെ സംബന്ധിച്ച് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ആസ് എ എക്സ്പീരിയൻസ്ഡ് ബോളർ, പ്രത്യേകിച്ച് ലക്നൌവിൽ അവരുടെ ഗ്രൗണ്ടിൽ അവർക്ക് നല്ല രീതിയിൽ മുഹമ്മദ് ഷമി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. സോ അത് LSGയെ സംബന്ധിച്ച് നല്ലൊരു ട്രേഡ് തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ഇതല്ലാതെ മുംബൈ ഇന്ത്യൻസ് നല്ല കിടിലൻ 2 ട്രേഡ് നടത്തിയിട്ടുണ്ട്. 2 പേരെയാണ് ടീമിലേക്ക് വന്ന്, ഷർദുൽ താക്കൂർ പിന്നെ റുദർഫോർഡിനെ ഈ ഗുജറാത്ത് വിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ ടോപ്പ് 3 നന്നായിട്ട് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തകർന്നു പോകുന്ന ഗുജറാത്തിൻ ടീമിനെ ലാസ്റ്റിൽ പല മാച്ചുകളിലും രക്ഷിച്ചെടുത്തത് റുദർഫോർഡായിരുന്നു. അങ്ങനെ ഒരു പ്ലെയറിനെ ഇത്രയും ചെറിയ എമൗണ്ടിന് മുംബൈക്ക് കൊടുത്ത്, മുംബൈയെ സംബന്ധിച്ച് ലോട്ടറി എന്നേ ഞാൻ പറയത്തുള്ളൂ. നല്ലൊരു മുംബൈയുടെ ഒരു അറ്റ്മോസ്ഫിയറും മുംബൈയുടെ ഒരു സപ്പോർട്ടും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് റുദർഫോർഡ് ഒരു ഡെഡ്ലി ആയിട്ടുള്ളൊരു ടൈലൻഡ് ബാറ്റ്സ്മാനായിട്ട് മാറും, ഒരു ഫിനിഷറായിട്ട് മാറും. മുംബൈയെ സംബന്ധിച്ച് അത് നല്ലൊരു ട്രേഡ് തന്നെയാണ്. മുംബൈ ലോട്ടറി തന്നെയാണ് മുംബൈക്ക്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ LSG ഉണ്ട്. കഴിഞ്ഞ വർഷം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. ഷർദുൽ താക്കൂർ ഫുൾ ടോസ് ബോൾ അറിഞ്ഞ് വരെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു മാജിക് ബോളറാണ്. സോ അതുമാത്രമല്ല മുംബൈയിലെ വാങ്കഡെ ഗ്രൗണ്ടിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ബോളറാണ് ഷർദുൽ താക്കൂർ. അതുകൊണ്ട് തന്നെ വാങ്കഡയിൽ എങ്ങനെ അറിയണമെന്ന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ഇന്ത്യൻ പേഴ്സണിനെ ടീമിലേക്ക് എത്തിച്ച വഴി മുംബൈ അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ പേഴ്സ് വളരെ കുറവായിരുന്നെങ്കിൽ പോലും അവർ ഈ ട്രേഡിലൂടെ കുറച്ചും കൂടെ ഒരു ടീമിനെ മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ടീമിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്രൈ ക്രോർ നമ്മുടെ BCCയുടെ ഭാഗത്തു നിന്നൊരു പേഴ്സ് ഹൈക്കും കൂടെ വരുമ്പോഴത്തേക്ക് മുംബൈക്ക് ഏതെങ്കിലും നല്ലൊരു പ്ലെയറിനെ കൂടെ വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും, ആരെങ്കിലുമൊക്കെ റിലീസ് ചെയ്തിട്ട്. സോ മുംബൈ ഇപ്രാവശ്യം നല്ലൊരു രീതിയിലേക്ക് ടീമിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. നാളെ എന്തായാലും ഒരു ഏകദേശം അറിയാനായിട്ട് പറ്റും ആരെയൊക്കെ റിലീസ് ചെയ്യാൻ ടീമുകൾ, ആരെയൊക്കെ വിളിച്ചെടുക്കും. അതിനുശേഷം ഓരോ ടീമുകളുടെയും നമ്മൾ റിട്ടൻഷൻ്റെ റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, കുറച്ച് ദിവസങ്ങൾ മിസ്സായതിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്കിനി റെഗുലറായിട്ട് ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.